السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ അടുത്ത് ഒരു വീഡിയോ കാണാനിടയായി. മുഖം കാണാത്ത മനുഷ്യനെന്ത്, ഏതു മതം ആരോട് പറഞ്ഞു, നാളെ സാമൂഹ്യ വിമർശനത്തോടെ നിരോധിക്കപ്പെടും എന്ന വളരെ വൃത്തികെട്ട ഒരു ഹെഡിങ്ങോടുകൂടി അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ കാണാനിടയായി. ഇയാളിത് മാത്രമല്ല, ഇതിനു മുമ്പും ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളും വലിയൊരു പണ്ഡിതനെ പോലെ ചമഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ട്. ഇയാൾക്ക് ഇസ്ലാമിൻ്റെ ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്താണ് ദീനിയായ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ വിജ്ഞാനം എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇയാളുടെ സംസാരങ്ങൾ ഒന്നോ രണ്ടോ കേട്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ദീനിൻ്റെ വിജ്ഞാനങ്ങളോട് തീരെ വിവരമില്ല, അത്രയും നിലവാരമില്ലാത്ത രീതിയിൽ സ്വന്തം ബുദ്ധിയെ മാത്രം ആധാരമാക്കിയിട്ട് സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് ഇയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കിപ്പോഴുള്ള പ്രശ്നം മുസ്ലിം സ്ത്രീകൾ മുഖം മറക്കുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല, അതാണത്ര അയാളുടെ തെളിവ്. ഞാനിങ്ങനെ ഏതൊക്കെയോ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കത് തീരെ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളൊന്നും അങ്ങനെ മുഖം മറക്കാൻ പാടില്ല, അത് ശരിയല്ല, അത് ഐഡൻറ്റിറ്റിയെ മറച്ചു വെക്കലാണ്. ഇങ്ങനെ പല അയാളുടെ ബുദ്ധിയിൽ തോന്നുന്ന, ഇതിനു മുമ്പും പല ബുദ്ധി മാത്രം അവരുടെ ദീനിൻ്റെ തെളിവിൻ്റെ ആധാരമാക്കി നടക്കുന്ന പലരും പറഞ്ഞ അതേ വൃത്തികെട്ട അഭിപ്രായം പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു മുസ്ലിമീങ്ങളെ പല കാര്യങ്ങളും നിങ്ങളോട് ഉണർത്താനുണ്ട്. ഒന്നാമത്, ദീനിൻ്റെ വിജ്ഞാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ആരിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദുനിയാവിൻ്റെ കാര്യമല്ല ഇത്, രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായമല്ല. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ, ഇത്തവണ CPM വോട്ട് ചെയ്യണോ, ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യണോ എന്ന രാഷ്ട്രീയം അല്ല ഇവിടെ പറയുന്നത്. ആരുടെയും എന്ത് അഭിപ്രായം കേൾക്കാൻ. ഇത് ദീനാണ്. ദീൻ സംസാരിക്കേണ്ടത് ദീൻ പഠിച്ച ആളുകളാണ്. മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, തീർച്ചയായും നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനം അത് ദീനി വിജ്ഞാനമാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് താക്കീതുകൾ നമ്മുടെ സലഫുസ് സാലിഹീങ്ങൾ, സഹാബികൾ, താബിഈങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗാമികൾ നമ്മളെ താക്കീത് ചെയ്ത് കാണാൻ സാധിക്കും. നമുക്ക് ആരിൽ നിന്നും ആരെന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുക, ആരും പറയട്ടെ, അങ്ങനെ തോന്നുന്നവനും വരുന്നവനും ഒക്കെ അഭിപ്രായം പറയാനുള്ളൊരു മേഖലയാണോ ഈ ദീനെന്ന് പറയുന്നത്? മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സഹോദരങ്ങളെ അതിൻ്റെ ആളുകൾ അതിന് അനുവദിക്കുമോ? നാളെ ഇയാൾ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു MBBS ഡോക്ടർ പുതിയ ശാസ്ത്രീയമായ വല്ല കണ്ടെത്തലിനെ കുറിച്ചിട്ട് ഇയാൾ അഭിപ്രായം പറയണം, അത് ശരിയല്ല, ആ ഓപ്പറേഷൻ ശരിയല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, ഈ ടെക്നിക്കൊന്നും അവിടെ ഉപയോഗിക്കരുത്, അവിടെ വേറെ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം ചെയ്യുന്ന ഡോക്ടർമാർ ഇയാളെ അത് അംഗീകരിക്കുമോ? ലോകം അംഗീകരിക്കുമോ? ആരും അംഗീകരിക്കുകയില്ല. ഇനി അയാൾ നാളെ പറയുകയാണ് നാസയിൽ റോക്കറ്റ് വിടുന്ന ആ രീതിയൊന്നും ശരിയല്ല, അല്ല ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാൽ അതിൽ കയറി ഇയാൾ അഭിപ്രായം പറഞ്ഞാൽ അതാരും സ്വീകരിക്കും? അപ്പോൾ ദീനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആളുകളില്ലേ? തോന്നുന്ന ആൾക്കും വരുന്ന ആൾക്കൊക്കെ എന്തോ അഭിപ്രായം പറയും. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെ പറയാമോ? എനിക്കും എൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അത് ദീനാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഞാൻ പറയുന്ന കാര്യം അത് ഖുർആനിനോട് യോജിക്കുമ്പോൾ, സ്വഹീഹായ ഹദീസുകളോട് യോജിക്കുമ്പോൾ, മുൻഗാമികളുടെ അതേ മാർഗത്തോട് യോജിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കും അത് സ്വീകരിക്കാൻ ബാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ആർക്കും ദീനിൽ അങ്ങനെ തോന്നുന്നത് പോലെ അഭിപ്രായം പറഞ്ഞാൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഇയാൾ പലപ്പോഴും ചിലപ്പോൾ രാഷ്ട്രീയപരമായ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ടാകാം. ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ, ഇന്ന ആളുകൾക്കെതിരെ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫാഷിസ്റ്റുകൾക്കെതിരെയൊക്കെ ആരൊക്കെയാണ് സംസാരിക്കുന്നത്? അവരൊക്കെ നമ്മളോട് നല്ല കൂറുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു മുഖവിലൊക്കെ എടുക്കാം എന്നൊരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് ശരിയല്ല. ചില ആളുകൾക്ക് ചില വിഷയത്തിൽ പറയുന്ന അവരുടെ അഭിപ്രായം ശരിയാകാം. അത് വിചാരിച്ചിട്ട് അവർക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് അയാളിൽ നിന്ന് സ്വീകരിക്കാമെന്നാണോ? അതല്ല, ദീനിന് അത് പറയേണ്ടതായ പണ്ഡിതന്മാരോ അത് പഠിച്ച ആളുകളോ വേണ്ടതില്ലേ? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ എവിടെ എത്തിപ്പോയി നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ദീന് പറയേണ്ടത് അതനുസരിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഇനി ഇയാളെപ്പോലുള്ള ഈ വ്യക്തി ഈ പ്രസംഗത്തിൽ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ ഒരു പ്രസംഗം, ഇതിൽ പണ്ഡിതന്മാരോട് ഇയാളെ വക നിർദ്ദേശമാണ്, നിങ്ങളിങ്ങനെ ആയാൽ പോരാ, നിങ്ങളിങ്ങനെ കയറ്റി പറയണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ആളുകൾ പരിഹസിക്കുന്നതും ട്രോൾ ചെയ്യുന്നതൊന്നും
അതൊക്കെ പേടിച്ചിട്ട് നിങ്ങളിത് പറയാൻ വൈകിയാൽ ഇത് ഭയങ്കരമാകും, വലിയ ആപത്താകും എന്ന രൂപത്തിലാണ് ഈ മുഖം മറക്കുന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഇയാൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്ത് ആപത്താണ് മുസ്ലിം സ്ത്രീകൾ അവരുടെ മുഖം മറക്കുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്? ഇയാൾ ഈ പറയുന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയ കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ നാളെ ഹെൽമെറ്റ് നിരോധിക്കണ്ടേ? അല്ല, പുരുഷന്മാർ ഹെൽമെറ്റ് ധരിച്ച്, അല്ല കൂളിംഗ് ഒട്ടിച്ചിട്ടുള്ള ഹെൽമെറ്റൊക്കെ ധരിക്കുന്നതിന് നമ്മളെ നാട്ടിൽ യാതൊരു കുഴപ്പമില്ലല്ലോ, ആൾക്കാരൊക്കെ ധരിക്കുന്നില്ലേ? ആളാരാണെന്ന് മനസ്സിലാവാറുണ്ടോ? അങ്ങനെ മാലയൊക്കെ വന്ന് പൊട്ടിക്കാറില്ലേ? അല്ലെ, എത്രയോ സംഭവങ്ങൾ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് പല അക്രമികളും പല അക്രമവും നടത്തുന്നത്. ATM കൊള്ള നടത്തുന്നത്, അതല്ലെങ്കിൽ റോട്ടിലൂടെ പോകുന്ന ആളുകൾ മാല പൊട്ടിച്ചു പോകുന്നത്. അതുകൊണ്ട് നാളെ ഇനി ഹെൽമെറ്റ് നിരോധിക്കാമെന്നാണോ? ഇയാളുടെ ബുദ്ധി പ്രകാരം ഹെൽമെറ്റ് നിരോധിച്ചേക്കാം. കാരണം അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ ഏതോ ഒരു സ്ഥലത്ത്, ഇതെല്ലാ കാലത്തും ഈ പറയുന്ന ഇതിനോട് വെറുപ്പുള്ള ആളുകളുടെ വായിൽ നിന്ന് വരുന്ന വിഷമാണിത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇത് മുഴുവൻ നിരോധിക്കുക എന്നുള്ളതാണോ അതിൻ്റെ രീതി, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി അതാണോ? അപ്പം അങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നും മാസ്ക് ഇട്ട് ധരിക്കുന്ന എത്ര ആളുകൾ ട്രെയിനിലും മറ്റുമൊക്കെ ഉണ്ട്, ഇന്നും ധരിക്കുന്നുണ്ട്. ആ മാസ്ക് ഇട്ട് വരുന്ന ആൾക്കാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരോട് പറയണം മാസ്ക് ഒഴിവാക്കണം. അപ്പോൾ ഇല്ല, അയാൾക്ക് എനിക്ക് അയാളുടേതായ ആവശ്യങ്ങളുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ചുണ്ടാകും, പല അസുഖങ്ങളും വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്, അത് പറയണം. ഇപ്പോൾ കോവിഡ് സമയത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും അത് ധരിക്കുന്ന ആൾക്കാരില്ലേ? ഡോക്ടർമാരൊക്കെ അതിട്ടിട്ടാണ് പല ഓപ്പറേഷനും മറ്റുമൊക്കെ അവർ വരുന്നത്. പലപ്പോഴും പല ഡോക്ടർമാരെ കാണുമ്പോൾ അവരെന്നും അത് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും പാടില്ല, നിങ്ങൾ ഐഡൻറ്റിറ്റി എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പർപ്പസ്, അത് ബുദ്ധി കൊണ്ട് നിങ്ങൾ അതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഇതാണ്, അത് മനസ്സിലാക്കുക. ഇനി ദീന് കൊണ്ടാണ് പറയുന്നത് എങ്കിൽ ദീൻ്റെ അധ്യാപനങ്ങൾ എന്ത് എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ അറിയുക, ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ദീനിൽ മുസ്ലിം സ്ത്രീ അവരുടെ മുഖം മറക്കേണ്ടതുണ്ടോ വേണ്ടതില്ലേ, അത് നിർബന്ധപൂർവ്വം മറക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇയാളെ കാണിച്ചതുപോലെ ഷെയ്ഖ് അൽബാനിയുടെയും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെയൊക്കെ അഭിപ്രായം പഴയ കാലത്തുള്ള പൗരാണികരായ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ രണ്ട് അഭിപ്രായവും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ അഭിപ്രായങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിലേത് ശരി, ഏത് മനസ്സിലാക്കണം. ഇതൊന്നും അല്ല ഇയാളുടെ ആധാരം. ഇയാളതൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് കാണിച്ചതാണ് ചില ആൾക്കാരെ. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ പറയുന്ന ഷെയ്ഖ് അൽബാനിയെയും ഷെയ്ഖ് ഇബ്നു ബാസിനെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ഇയാൾ പിൻപറ്റുന്നത്? ഇയാളുടെ ഏത് ദീനിൻ്റെ നിലപാടെടുക്കുമ്പോഴാണ് ഇവരെയൊക്കെ പിൻപറ്റുന്നത്? വലിയ കാര്യം പോലെ ഇബ്നു ബാസിനെ അൽബാനിയൊക്കെ കൊണ്ടുവന്നാൽ വിചാരിക്കും ഇത്തരം സലഫി പണ്ഡിതന്മാരെ വലിയ മാറോടണച്ച് അവരുടെ നസീഹത്തുകളും ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരാളാണ് ഇയാളെന്ന് ഉണ്ടാക്കുന്നത് പോലെയാണ് സംസാരവും രീതിയൊക്കെ. അതവിടെ നിൽക്കട്ടെ. എന്തുതന്നെയായാലും ആ വിഷയത്തിൽ എന്താണ് എന്നല്ലേ മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലും സൂറത്തുൽ അഹ്സാബിലും ഒക്കെ വളരെ കൃത്യമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. മുസ്ലിം സ്ത്രീകളോട് അവരുടെ കണ്ണുകൾ സൂക്ഷിക്കാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹ. അവരവരുടെ അലങ്കാരങ്ങൾ എന്ത് ചെയ്യട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് മറച്ചു വെക്കട്ടെ. ഇല്ലാ മാ വഹറ മിൻഹ, അതിൽ നിന്നും പ്രകടമാകുന്നതൊഴികെ അവർ ബാക്കി എന്ത് ചെയ്യണം, അത് വെളിപ്പെടുത്താതെ അത് മറച്ചു വെക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരം മുഴുവനും മറക്കേണ്ടതുണ്ട്, മുഖം ഉൾപ്പെടെ മറക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മുൻഗാമികൾ തന്നെ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഖുർആനിലെ തഫ്സീറിന് അറിവുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്ത മഹാനായ സ്വഹാബിയാണ്. അവിടുത്തെ പിതൃവ്യനായ അബ്ബാസിൻ്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ, താങ്കളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക എന്ന ഈ ആയത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അമർ അല്ലാഹു നിസാ അൽ മുഅ്മിനാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ മുസ്ലിം സ്ത്രീകളോട് കൽപ്പിക്കുകയാണ്, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജ, അവർ വല്ല ആവശ്യത്തിനും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അൻ യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബ്, അവർ ജിൽബാബ് കൊണ്ട് തലയിൽ നിന്ന് തുടങ്ങുന്ന ആ വസ്ത്രം അതുകൊണ്ട് അവരുടെ മുഖം മറക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാൻ. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം വളരെ കൃത്യമായി സ്വഹാബി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, പണ്ഡിതന്മാർക്കിടയിൽ തന്നെ
ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മറ്റു പല തെളിവുകളും യോജിപ്പിച്ചിട്ടാണല്ലോ തെളിവുകൾ പറയുക. സ്ത്രീകൾ ചില സമയത്ത് മുഖം തുറന്നതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള ഒരു മുൻഗാമികളായ പലരും എന്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ മുഖം തുറന്ന സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മുഖം തുറക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ അതിന് തിരിച്ച് മറുപടി പറഞ്ഞത് കാണാനൊക്കെ നമുക്ക് സാധിക്കും. അതിനുശേഷം ഇറങ്ങിയ ആയത്താണ് മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്ത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പറയുന്ന പല സംഭവങ്ങളും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായ രണ്ട് അഭിപ്രായങ്ങളാണ്. എന്ത്, സ്ത്രീകൾ നിർബന്ധമായും മുഖം മറക്കണമെന്നുള്ള അഭിപ്രായവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മുഖം തുറന്നിടാമെന്ന് പറയുന്ന അഭിപ്രായം. അതല്ലാതെ വളരെ ദുർബലമായ യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു അതിനൊരു എന്താ പറയുക ഒരു തെളിവുമില്ല. അത് മൂപ്പര് ഈ ബുദ്ധിക്ക് അത് തീരെ യോജിച്ചിട്ടില്ല. അതുകൊണ്ട് മൂപ്പര് പറയുകയാണ് യാതൊരു തെളിവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് വെച്ച് കാച്ചുകയാണ് ആ വിഷയത്തിൽ. അല്ലാതെ അതിലെന്ത് തെളിവ്? ഈ പറയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ ആയത്തിൻ്റെ തഫ്സീറോ അതല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ മറ്റ് ഇബാറത്തുകളോ മറ്റോ ഒന്നും തന്നെ അതിനെക്കുറിച്ചിട്ട് യാതൊന്നും അറിയാതെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ വളരെ കൃത്യമായ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതിന് ഇന്നും മദീനയിൽ ജീവിച്ചിരിക്കുന്ന മസ്ജിദ് നബവിയിലെ ദീർഘകാലം ബുഖാരി മുസ്ലിമും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ച ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വുജൂബ് തഗ്തിയത്തിൽ മർഅ വജ്ഹഹ, ഒരു സ്ത്രീ അവളുടെ മുഖം മറക്കൽ നിർബന്ധമാണ്. അതിൽ വളരെ കൃത്യമായി ഖുർആനിലുള്ള തെളിവുകൾ ഹദീസിലുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഫിത്നകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മുഖം തുറന്നിടാമെന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും മറക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള ഞരമ്പ് രോഗികൾക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആസ്വദിക്കേണ്ടവരല്ല മുസ്ലിം സ്ത്രീകളുടെ സൗന്ദര്യം. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എവിടെയാണ്? മുഖത്താണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം മുഖത്താണോ അല്ല മറ്റു ഭാഗത്താണ്? ഏറ്റവും കൂടുതൽ ആ സ്ത്രീ സുന്ദരിയാണോ വിരൂപിയാണോ എന്നൊക്കെ ആളുകൾ വിലയിരുത്തുന്നത് മുഖത്ത് നോക്കിയിട്ടാണ്. അപ്പോൾ അത് എല്ലാവരെയും കാണിക്കേണ്ടതില്ല. അപ്പോൾ അത് സ്ത്രീകൾക്ക് മറച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തെളിവുകളൊക്കെയുള്ള ഒരു കാര്യത്തെയാണ് ഇയാൾ വളരെ നിസ്സാരമായി, ഇയാൾക്കത് ദഹിച്ചിട്ടില്ല എന്ന കാരണത്താൽ അതിനെ പുച്ഛിക്കുകയും അതിനൊരു വിലയില്ലാത്തതാക്കുകയും ചെയ്യുന്നത്. ഇനി ശരി, അത് നിർബന്ധമില്ല എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? ഹറാമാണെന്നാണോ? ഹറാമിൻ്റെയും വാജിബിൻ്റെ ഇടയിലാണോ ഹുക്കുമുള്ളത്? അങ്ങനെ ഒരു ഹുക്കും വരുമോ? അല്ല. രണ്ടാമത്തെ അഭിപ്രായം മുസ്തഹബാണ്, വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ്. നിർബന്ധം, നിങ്ങൾ കുറ്റക്കാരൊന്നും ആവില്ല, പക്ഷെ പറ്റുന്നത്ര മറച്ചോളൂ, നല്ല കാര്യമാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം മുസ്തഹബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഫിത്ന ഉണ്ടാകുന്ന കാലത്ത് അത് മറക്കാൻ പ്രോത്സാഹിപ്പിച്ചത് കാണാൻ സാധിക്കും. ഈ ഷെയ്ഖ് അൽബാനിയുടെ കാര്യം പറഞ്ഞല്ലോ. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ ഭാര്യയും പെൺമക്കളും ഒക്കെ മുഖം മറച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചില ആളുകൾ ചോദിച്ചു, ഷെയ്ഖേ താങ്കളുടെ ഫത്വ ഇങ്ങനെയാണല്ലോ, പക്ഷെ എന്താണ് താങ്കളുടെ ഭാര്യയും മക്കളൊക്കെ മുഖം മറച്ചിട്ട് തന്നെയാണ് പോകുന്നത്? ഷെയ്ഖ് പറഞ്ഞു, ഇത് ഫത്വയാണ്, ഇത് തഖ്വയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇത് ഷെയ്ഖിന് അത് നിർബന്ധമല്ല എന്ന് ഫത്വ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഷെയ്ഖിന് മുഖം മറക്കുന്നുണ്ട് എന്ത് കുഴപ്പം? കാരണം ഷെയ്ഖ് മുഖം മറക്കൽ ഹറാമാണെന്ന് പറഞ്ഞോ? കറാഹത്താണെന്ന് ഷെയ്ഖ് പറഞ്ഞോ? ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഖ്ലാനിയാണോ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള? ബുദ്ധിയെ, ദീനിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള അളവുപോലായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ല. അദ്ദേഹം സുന്നത്തിൻ്റെ ഉറച്ച പണ്ഡിതനാണത്. സുന്നത്തനുസരിച്ച് ഖുർആനും സുന്നത്തും എങ്ങനെ പോകുന്നു അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, അപഗ്രഥിക്കണം എന്നുറച്ച തീരുമാനമുള്ള മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല എന്ന് പറയുന്നത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഒരുപാട്, ഇദ്ദേഹം എന്നല്ല ഇതുപോലെ ഒരുപാട് അക്കലാനികൾ കേരളത്തിലുണ്ട്. അവരുടെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ബാക്കിയുള്ള ഒരുപാട് വിഷയങ്ങളിലൊക്കെ ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം സ്വീകരിക്കുന്നതാണ്. അവർക്ക് ഈ വിഷയത്തിൽ അവരുടെ ദേഹച്ചയോട് യോജിക്കുന്ന ഒരു അഭിപ്രായം കിട്ടിയപ്പോൾ ഷെയ്ഖ് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഷെയ്ഖ് അൽബാനിയുടെ ആ കിതാബ്, ഇയാൾ പറഞ്ഞ കിതാബൊക്കെ ഉദ്ധരിച്ച് വലിയ വായിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാനുള്ളത്, മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമായി കാണുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട്, ഒരുപാട് മുസ്ലിം കുടുംബമുണ്ട്. അവർക്കതിനുള്ള അവകാശം അത് ദീനിലും നൽകപ്പെടേണ്ടതാണ്, ഈ നാട്ടിലും നൽകപ്പെടേണ്ടതാണ്. ഇയാൾ അതിന് ഭാവിയിൽ അത് നിരോധിച്ചേക്കും. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് നമ്മൾ നിരോധിക്കണം അതാണോ പറയുന്നത്? എന്ത് ബുദ്ധിയാണ് ആ വർത്തമാനത്തിനുള്ളത്? ഭാവിയിൽ നിരോധിക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അങ്ങ് ഒഴിവാക്കാമെന്നാണോ? ഭാവിയിൽ നിരോധിക്കുന്നതിന് ഇപ്പോഴേ അങ്ങ് ഒഴിവാക്കാം. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യൻ നിലവിലെ നിയമം വെച്ചിട്ട് അങ്ങനെ നിരോധിക്കപ്പെടാൻ സാധിക്കാത്ത കാര്യമാണ്. അതൊരു വ്യക്തിക്കും അവൻ്റെ അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. കാരണം മറ്റു മതസ്ഥർക്ക് അവരുടെ വേഷ ആചാരങ്ങളും മറ്റുമൊക്കെ പുലർത്തി പോരുന്നത് പോലെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ വേഷങ്ങൾ അതനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് വെറുതെ മുസ്ലിം സ്ത്രീകളെ പേടിപ്പിക്കരുത്. സാധാരണക്കാരെ നിങ്ങളുടെ ഓരോ ബുദ്ധി വെച്ചിട്ട് ആളുകളെ പേടിച്ച് ബേജാറാക്കരുത്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം അൽഹംദുലില്ലാ എന്ന് നമ്മളെ
കേരളത്തിലുമില്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുമില്ല. ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് എവിടെ മുഖം മറക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും അൽഹംദുലില്ലാ ഇല്ല. പല മുസ്ലിം സ്റ്റേറ്റുകളിലുമില്ല, ഈ പറയുന്ന യു പിയിലും ഇല്ല, അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലും ഇല്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവ്വസ്തുതിയും. അപ്പോൾ ഇയാൾക്കൊരു മനസ്സിൽ ഇയാളുടെ വർത്തമാനം കേട്ടാൽ തോന്നുന്നത് അങ്ങനെ നിരോധിക്കണം. സുബ്ഹാനല്ലാഹ്, ഞാനതിൻ്റെ കമൻറ്റുകൾ നോക്കിയപ്പോൾ മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾ ഇതെന്നോ നിരോധിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മറച്ചിട്ടുള്ളതാണ് മുഖം. അതുപോലെ നമ്മൾ ഉന്നതരായ മുൻഗാമികളായ ഒരുപാട് സ്ത്രീകൾ മറച്ചിട്ടുള്ളതാണ് മുഖം. അവരൊക്കെ മുഖം മറച്ചിരുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ശക്തമായ അഭിപ്രായമുള്ള കാര്യമാണ്. എന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സംഘപരിവാറുകാരൻ്റെ സംസാരത്തിലാണ് അബ്ദുള്ള എന്നൊക്കെ പേരുള്ള ആളുകൾ പറയുന്നത് ഇതെന്നോ നിരോധിക്കേണ്ടതായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ദീനിൽ അറിവില്ലെങ്കിൽ മനസ്സിൻ്റെ അകത്ത് രോഗമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കൂ. അത് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ നടപ്പാക്കണമെന്നല്ല. ഇതിവിടെ കമൻറ്റ് ചെയ്യുന്നത് മറ്റു മതസ്ഥരല്ല, മുസ്ലിമീങ്ങളായ ആളുകളാണ് പറയുന്നത്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്, എനിക്കിതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. വേറൊരാൾ പറയാണ് എൻ്റെ ഉമ്മയും വല്യമ്മയൊക്കെ നിക്കാബ് ധരിച്ചിട്ടില്ല, അത് തന്നെയാണ്, നിർബന്ധമില്ല എന്നുള്ളൊരു തെളിവ് പോലും. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ദീന് മനസ്സിലാക്കുന്നത് നോക്കിയിട്ട് ഓരോരുത്തർ ഈ രൂപത്തിൽ ആളെ തിരിച്ചറിയാത്ത വേഷം എന്നോ നിരോധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഹെൽമെറ്റുകളും അതേപോലെ മാസ്ക് ധരിച്ചു വരുന്ന ഡോക്ടർമാരോടൊക്കെ ഒഴിവാക്കണം അല്ലേ. മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, മുഖം മറക്കുന്ന ആൾക്കാർക്ക് എൻ്റെ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുകയില്ല എന്ന് MES പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കാര്യപ്പെട്ട ആൾ. പിന്നീട് കോവിഡ് കാലത്ത് മുഴുവൻ ഡോക്ടർമാർക്കും അവിടെ മുഖം മറക്കാതെ അവിടെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അഹങ്കാരികൾക്ക് ദുനിയാവിൽ തന്നെ ഒരുപാട് മറുപടികളുണ്ട്. അതുകൊണ്ട് ഖുറാനിലുള്ള നിയമമാണത്, അത് പണ്ഡിതന്മാർ പറയട്ടെ. നിങ്ങളെപ്പോലുള്ള ആളുകൾ വല്ല രാഷ്ട്രീയ വിശകലനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സംസാരങ്ങളൊക്കെ നടത്തും. നാട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണും, ആ ക്ലിപ്പൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് അങ്ങനെ അഭിപ്രായം പറയും. അല്ല, ദീനിൻ്റെ കാര്യത്തിൽ വലിയ വായിൽ സംസാരിക്കുന്നതിന് മുമ്പ് ദീൻ പഠിക്കുക, ദീൻ മനസ്സിലാക്കുക. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ലാതെ ബേജാറ് വേണ്ട. അത് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ അതിൽ തീരുമാനിച്ചോളാം. ഇത് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു പ്രയാസമില്ല, ഈ ധരിക്കുന്ന ചുറ്റുമുള്ള ആളുകൾക്കും പ്രയാസമില്ല. ഇങ്ങനെ കുഴപ്പമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. അത് ഈ മുഖം മറക്കുന്നതിനോട് മാത്രമാണോ അതിലവിടെ നിൽക്കുമോ? അത് കാര്യം നാളെ പർദ്ദ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ വരില്ലേ. ഈ പർദ്ദ എന്തിനാ? നമ്മുടെ നാട്ടിൻ്റെ ആ വേഷത്തിനോട് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് വരില്ലേ കുറേ ആൾക്കാർ. അങ്ങനെ വരാറില്ലേ? അവരുടെ വർത്തമാനങ്ങൾ വൈരുദ്ധ്യങ്ങൾ. നാട്ടിൻ്റെ വേഷമാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്നത്, ജീൻസ് പാൻറ്റും ടീഷർട്ടും 3/4 ഒക്കെ. അപ്പോൾ അതിനോടൊന്നും ഒരു കുഴപ്പമില്ല. ഈ പറയുന്നവൻ്റെയൊക്കെ മക്കളങ്ങനെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷെ പർദ്ദ മാത്രമാണ് ഒരു അറബ് രാജ്യത്ത് നിന്ന് വന്നൊരു പ്രശ്ന വസ്ത്രം. ഇവിടെ ബാക്കി ജീൻസും ടീഷർട്ടും 3/4 ഒക്കെ ഇട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞു വന്നാൽ അതൊന്നും പ്രശ്നമല്ല. പർദ്ദ വരുമ്പോൾ അത് വേറെ എവിടുന്നോ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ പർദ്ദക്കും പ്രശ്നം കാണൂലേ? എന്തിനാ ഒരു പർദ്ദ? എല്ലാവരും ഒരേപോലെ വസ്ത്രം മതി. അങ്ങനെ ഓരോരുത്തരും തോന്നുന്നത് അത് പാടില്ല ഇത് പാടില്ല, നാളെ തൊപ്പി ധരിക്കരുത്, പുരുഷന്മാർ തൊപ്പി ധരിക്കേണ്ടതില്ല, ഇനി നാളെ താടി പഠിച്ചിട്ട് സ്ത്രീകളെപ്പോലെ നടക്കണം എന്ന് പറഞ്ഞാൽ ആ താടിയും പഠിച്ചു കൊടുക്കുക. അങ്ങനെ മുസ്ലിങ്ങളുടെ ഓരോ അടയാളങ്ങൾ, അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ചെയ്യുക, ഇവിടെ പ്രശ്നം വേണ്ട എന്നാണോ? നമ്മൾ ആരും ഇവിടെ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ആർക്കും സൃഷ്ടിക്കുന്നില്ല. നമ്മൾ ആരും അങ്ങനെ ഒരു കാര്യമേ ചെയ്യുന്നില്ല. നമ്മുടെ ദീനനുസരിച്ച് നമ്മുടെ കാര്യം അനുസരിച്ച് നമ്മളങ്ങനെ ഒതുങ്ങി അവിടെ ജീവിക്കുക. അതല്ലാതെ മറ്റൊരാൾക്കും ഒരു മുസ്ലിം സ്ത്രീ മുഖം മറക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇന്നേ വരെ ഇല്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ അവർക്ക് വെളിപ്പെടുത്താമല്ലോ. അതിന് ദീനിൽ എന്താണ് കുഴപ്പം? അതിന് യാതൊരു കുഴപ്പമില്ല. ഒരു എയർപോർട്ടിൽ സ്ത്രീകൾക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം അവർക്ക് തുറന്നു കൊടുക്കാം. എന്താണ് കുഴപ്പം? അതേപോലെ നിർബന്ധമായ സാഹചര്യങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാവുന്നതാണ്. അതിനൊന്നും കുഴപ്പമില്ല. ഇയാൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ ബേജാറുണ്ടാക്കുകയാണ്. ഈ മുഖം മറച്ച് നടക്കുന്ന സ്ത്രീകൾ വർഷങ്ങളായിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയിലും കുഴപ്പമില്ല, മറ്റു പല രാജ്യങ്ങളിലും കുഴപ്പമില്ല. എല്ലാ സ്ഥലത്തും അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് മുഖം മറക്കുന്ന സ്ത്രീകളൊക്കെ ജീവിക്കുന്നത്. ഇയാൾ എവിടെയോ ഒരു ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കണ്ടിട്ട് അയാൾക്കാകെ ബേജാറായി. നിങ്ങൾക്ക് എല്ലായിടത്തും ബേജാറാവും. ഇങ്ങനെ മുസ്ലിം സ്ത്രീകൾ അൽഹംദുലില്ലാ വർദ്ധിച്ചു വരുന്നു എന്ന് ഇയാൾ പറയുന്നുണ്ട്. അതായത് നല്ലതിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ ബേജാറ് തുടർന്നുകൊള്ളുക. മുസ്ലിം സ്ത്രീകൾ ദീനനുസരിച്ച് ജീവിക്കുന്നത് ഇൻഷാ അല്ലാഹ് അത് തുടർത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അഅലം.